ഖുറാൻ കത്തിച്ച് വിവാദ നായകനായ ഇസ്ലാം വിരുദ്ധ പ്രചാരകൻ വെടിയേറ്റ് മരിച്ചു. ഇറാഖി അഭയാർത്ഥിയായ സാൽവാൻ മൗമിമ കൊല്ലപ്പെട്ടത് ടിക്ടോക്കിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കെയാണ്. പിന്നിൽ വിദേശ ശക്തിയെ സംശയമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇടക്കാലത്തിന് ശേഷം മതസംഘർഷത്തിൽ സ്വീഡൻ പുകയുകയാണ്. കേസിൽ ഇന്ന് കോടതി വിധി വരാനിരിക്കെയാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. ഫ്ളാറ്റിൽ കയറിയ സംഘമാണ് കൊല നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. ടിക്ടോക്കിൽ ലൈവ് വീഡിയോ ചെയ്യുന്ന സമയത്തായിരുന്നു ആക്രമണം. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മോമിക കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കേസിന് വിധി പറയുന്നത് കോടതി മാറ്റിവെക്കുകയും ചെയ്തു. 2023 ജൂണിൽ പെരുന്നാൾ ദിനത്തിലാണ് സ്റ്റോക്ക്ഹോം സെൻട്രൽ മോസ്കിന് മുന്നിൽ വെച്ച് ഇയാൾ ഖുറാൻ കത്തിച്ചത്. അങ്ങേയറ്റം മാനവിക വിരുദ്ധമായ ഉള്ളടക്കങ്ങളുള്ള പുസ്തകമാണ് ഇതെന്ന് ചൂണ്ടിക്കാണിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും ഭാഗമായാണ് ഖുറാൻ കത്തിച്ചതെന്നാണ് സാൽവാൻ മോമിക പറഞ്ഞത്. ആദ്യം ഈ നിലപാടിനെ സ്വീഡൻ സർക്കാർ പിന്താങ്ങിയിരുന്നു. എന്നാൽ ലോകമെമ്പാടും പ്രതിഷേധമുണ്ടായതോടെ സ്വീഡൻ നിലപാട് മാറ്റി. ഇറാഖിലെ ബാഗ്ദാദിലെ സ്വീഡിഷ് എംബസി പ്രതിഷേധക്കാർ നിരന്തരമായി ഉപരോധിച്ചു. ഇതോടെ സ്ഥാനപതി നഗരം വിടേണ്ടിയും വന്നു. പ്രതിഷേധക്കാർ റോഡിലിറങ്ങി കലാപമുണ്ടാക്കി. ചില സാഹചര്യത്തിൽ വിശുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിക്കുന്നത് കുറ്റകരമാക്കുന്ന നിയമം സ്വീഡൻ സർക്കാർ കൊണ്ടുവന്നു. പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇയാളുടെ റെസിഡൻസി പെർമിറ്റ് 2023 ഒക്ടോബറിൽ സ്വീഡൻ പിൻവലിച്ചു. ഇതോടെ ഇയാളെ തിരികെ അയക്കണമെന്ന് ഇറാഖ് ആവശ്യപ്പെട്ടു. പക്ഷേ ഇയാളെ തിരികെ അയക്കുന്നതിലെ നടപടികൾ സ്വീഡനിലെ കോടതി സ്റ്റേ ചെയ്തു. ഇതിനുശേഷം സാൽവാൻ മോമിക നോർവേയിൽ അഭയം തേടാൻ ശ്രമിച്ചു. ഇയാളുടെ അപേക്ഷ തള്ളിയ നോർവേ സർക്കാർ സ്വീഡനിലേക്ക് തിരികെ അയച്ചു. തുടർന്ന് കേസ് നടക്കുന്നതിനാൽ ഇയാൾക്ക് 1 വർഷം താമസിക്കാനുള്ള അനുമതി നൽകുകയായിരുന്നു. അതിനിടയിലാണ് കൊല നടന്നത്. പിന്നിൽ വിദേശ ശക്തിയെന്ന് സംശയം. ഇപ്പോൾ കേസിലെ മറ്റൊരു പ്രതി അടുത്തത് ഞാനെന്നാണ് ട്വീറ്റ് ചെയ്യുന്നത്. സാൽവാൻ മോമികയുടെ കൊലപാതകം ഒരു ജിഹാദി ആക്രമണമാണോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഒരു വിദേശ ശക്തിയുമായി ബന്ധമുണ്ടെന്ന് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. വെടിയേറ്റപ്പോൾ മോമിക ടിക്ടോക്കിൽ ലൈവ് സ്ട്രീം ചെയ്യുകയായിരുന്നുവെന്ന് സ്വീഡിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റോയിട്ടേഴ്സ് കണ്ട ഒരു വീഡിയോയിൽ പോലീസ് ഫോൺ എടുക്കുന്നതും ലൈവ് സ്ട്രീം അവസാനിപ്പിക്കുന്നതും വ്യക്തമാണ്. സ്വീഡനിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയത് റാസ്മസ് പലൂദാൻ എന്ന തീവ്ര വലതുപക്ഷ നേതാവിന്റെ ഖുറാൻ കത്തിക്കൽ ക്യാമ്പയിനിലൂടെയാണ്. അടിമുടി അമാനുഷികതയും മറ്റ് മതസ്ഥർക്ക് ഭീഷണിയുമായ ഗ്രന്ഥമാണ് ഖുറാനെന്നാരോപിച്ചാണ് പലുദാൻ ഈ ക്യാമ്പയിൻ നടത്തിയത്. ഇത് വലിയ കലാപങ്ങൾക്ക് ഇടയാക്കി. എന്നാൽ തീവ്ര വലതുപക്ഷ സംഘടനകൾക്ക് ആരാണ് വളം വെച്ചത് എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് അഭയാർത്ഥികളായി എത്തിയ മുസ്ലിങ്ങളുടെ സ്വഭാവവും മാറുകയാണെന്ന് കൃത്യമായ വിലയിരുത്തലുകൾ ഉണ്ടാകുന്നു. ജന്മനാട്ടിലെ ദുരിതങ്ങൾ കാരണം നാടുവിട്ടെത്തിയവർ പാശ്ചാത്യ സംസ്കാരവുമായി ഇഴുകിച്ചേരുകയല്ല ചെയ്യുന്നത്. അവർ തങ്ങളുടെ തനത് രീതികളുമായി വേറിട്ടു നിൽക്കുകയാണ്. പട്ടിണിയും ദാരിദ്ര്യവും മാറിയപ്പോൾ അവർ പലപ്പോഴും ജനാധിപത്യത്തെ അംഗീകരിക്കാതിരിക്കുകയും ഇസ്ലാമിക ശരിയയ്ക്ക് വേണ്ടി വാദിക്കുകയുമാണ് ചെയ്യുന്നത്. ഭൂരിപക്ഷം കിട്ടിയാൽ ജനാധിപത്യത്തെ കുപ്പയിലെറിയണം എന്ന സമീപനമാണ് പലപ്പോഴും കുടിയേറ്റക്കാർ എടുക്കാറുള്ളത്.